ദിവ്യഭൂതത്തെ കണ്ട ദേവന്മാർ എന്ന ഉപനിഷത്ത് കഥയുടെ രണ്ടാം ഭാഗം. സമർപ്പണം TMN നമ്പൂതിരി. അവതരണം ഗായത്രി ജഗദീശൻ. സ്ഥാനമാനങ്ങളും പേരും പെരുമയും ഈശ്വരന്റെ കൃപാകടാക്ഷം മാത്രമാണ്. അതിൽ അഹങ്കാരം നന്നല്ല. എൻ്റെ വിജയമെല്ലാം എൻ്റെ സാമർഥ്യമാണ്, എൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമാണ് എന്ന ഭാവം കടുത്ത അജ്ഞാനമാണ്. ജഗദീശ്വരൻ ചെയ്യുന്നു എന്നാണ് വിചാരിക്കേണ്ടത്. പിന്നീട് വിജയാഘോഷ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ദേവന്മാർ. പെട്ടെന്ന് അവരുടെ മുമ്പിൽ ഒരു യക്ഷം പ്രത്യക്ഷപ്പെട്ടു. 1000 കോടി സൂര്യന്മാർ ഒന്നിച്ചുദിച്ച പ്രകാശം. ആദിയില്ല, അന്ത്യമില്ല, നിർഗുണം, നിരാകാരം, ആകാശസീമകൾക്കും അപ്പുറം ഉയർന്നു നിൽക്കുന്ന അത്യുഗ്ര രൂപം. ദർശനമാത്രയിൽ തന്നെ പൂജനീയമായി അനുഭവപ്പെടുന്നു. ഏതാണ് ഈ ഭൂതം? ദേവന്മാർ ആ രൂപത്തെ കണ്ട് അമ്പരന്നു. ചിലരാകട്ടെ ഭയചകിതരായി. ആശ്ചര്യസബ്ദരായ അവർക്ക് ആ ഭൂതം എന്താണെന്ന് മനസ്സിലായില്ല. എങ്കിലും അതെന്താണെന്ന് അറിയുവാൻ അവർ ആഗ്രഹിച്ചു. ഭയന്ന ദേവന്മാർ അഗ്നിയോട് പറഞ്ഞു, അഗ്നിദേവ, അങ്ങ് ജാതവേദസാണല്ലോ. ഈ ഭൂതം എന്താണെന്ന് അറിഞ്ഞു വന്നാലും. ശരി, അങ്ങനെ തന്നെ. അഗ്നിദേവൻ ഉടനെ സമ്മതിച്ചു. ജാതവേദസാണ് അഗ്നി. ജാതവേദസ് എന്നാൽ എല്ലാം അറിയുന്നവൻ എന്നാണ് അർത്ഥം. കാര്യങ്ങൾ വേഗത്തിൽ അറിയാൻ കഴിവുള്ളവനും ഉഗ്ര തേജസ്വിയും അന്ധകാരത്തെ നശിപ്പിക്കുന്നവനുമായതിനാലാണ് അഗ്നിദേവനോട് ദേവന്മാർ ആദ്യം അപേക്ഷിച്ചത്. വിജയാഹ്ലാദത്തിൽ അഹങ്കരിച്ചു നിൽക്കുകയായിരുന്ന അഗ്നിദേവൻ അത് സമ്മതിക്കുകയും ചെയ്തു. അഗ്നി ആ ഭൂതത്തിന്റെ അടുത്തു ചെന്നു. അപ്പോൾ ആ ഭൂതത്തിൽ നിന്ന് ഇങ്ങോട്ട് ചോദ്യമുയർന്നു, നീ ആരാണ്? അഗ്നി അമ്പരന്നു. അങ്ങോട്ട് അന്വേഷിക്കാൻ പുറപ്പെട്ടവനോട് ഇങ്ങോട്ട് അന്വേഷിക്കുകയോ? ശരി, മനസ്സിലാക്കി കൊടുക്കാം. ഞാൻ അഗ്നി, ലോകപ്രസിദ്ധനായ അഗ്നിയാണ് ഞാൻ. ജാതവേദസ് എന്നും എന്നെ പറയാറുണ്ട്. അഗ്നി സ്വയം പുകഴ്ത്തി അഹന്തയോടെ പറഞ്ഞു. അതു കേട്ട് ആ ദിവ്യഭൂതം ഭയന്നു പിന്മാറുമെന്ന് അഗ്നി പ്രതീക്ഷിച്ചു. പക്ഷേ മധുരമൂറുന്ന ഒരു ചിരിയാണ് അഗ്നിദേവന് മറുപടിയായി ലഭിച്ചത്. ലോകപ്രസിദ്ധനെന്ന് സ്വയം വീമ്പ് പറയുന്ന നിന്നിൽ അതിന് തക്കവിധം എന്ത് ശക്തിയാണുള്ളത്? ദിവ്യഭൂതത്തിൽ നിന്ന് പുറപ്പെട്ട ആ ചോദ്യം അഗ്നിയെ വീണ്ടും അമ്പരപ്പിച്ചു. തൻ്റെ ശക്തിയെ ആദ്യമായി ചോദ്യം ചെയ്തിരിക്കുന്നു. ചോദ്യം തീരെ രസിച്ചില്ല. എങ്കിലും അഗ്നി തൻ്റെ സാമർഥ്യം വിശദീകരിച്ചു കൊടുത്തു. ഈ ലോകത്തിൽ എന്തെല്ലാമുണ്ടോ അതിനെയെല്ലാം ചുട്ടു ചാമ്പലാക്കുവാനുള്ള ശക്തി എനിക്കുണ്ട്. ഓഹോ, അതു ശരി. അത്രയധികം ശക്തിയുണ്ടോ? എങ്കിൽ ഇതാ ഒരു പുൽക്കൊടി ഇട്ടു തരുന്നു. ഇതിനെ ദഹിപ്പിച്ചാലും. അഗ്നിയുടെ അഹങ്കാരം ദഹിപ്പിക്കുവാൻ വേണ്ടി ഒരു പുൽക്കൊടി മുമ്പിൽ പറന്നു വീണു. തൻ്റെ സർവശക്തികളും ഉപയോഗിച്ച് പരിശ്രമിച്ചുവെങ്കിലും അഗ്നിക്ക് ആ പുൽക്കൊടിയെ ദഹിപ്പിക്കുവാൻ സാധിച്ചില്ല. അഗ്നി നിരാശനും ക്ഷീണിതനുമായി പോയി. അഹങ്കാരമെല്ലാം നശിച്ച് തല താഴ്ത്തി അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോയി. വിഷാദത്തോടെ നമ്രശിരസ്കനായി അഗ്നിദേവൻ വരുന്നത് കണ്ട് ദേവന്മാർ അമ്പരന്നു. അഗ്നി പരീക്ഷണനായി പതുക്കെ പറഞ്ഞു, അത് എന്തൊരു യക്ഷമാണെന്നറിയാൻ എനിക്ക് കഴിയുന്നില്ല. അതു കേട്ട് ദേവന്മാർക്ക് വാശിയായി. അവർ പിന്നീട് വായുദേവനോട് പറഞ്ഞു, അല്ലയോ വായുദേവ, താങ്കൾ ഈ ഭൂതം എന്തെന്ന് അറിഞ്ഞു വരൂ. അങ്ങനെ തന്നെ. വായുദേവൻ അഹങ്കാരത്തോടെ പുറപ്പെട്ടു. ദേവന്മാരുടെ അഹന്ത കുറയ്ക്കുന്നതിന് വേണ്ടി പ്രത്യക്ഷമായ ദിവ്യഭൂതത്തിന് മുമ്പിൽ വായുദേവൻ എത്തി. ഇതെന്തൊരു ഭൂതമാണെന്ന് കണ്ടുപിടിക്കാനാവാതെ കരുത്തനായ അഗ്നിദേവൻ പരാജയപ്പെട്ട് മടങ്ങിയതാണ്. ആ സ്ഥാനത്ത് അതേ ദൗത്യവുമായി വായുദേവൻ വന്നു നിന്നു. അഗ്നിയേക്കാൾ അഹംഭാവത്തോടെയാണ് വായു എത്തിയിരിക്കുന്നത്. അഗ്നിക്ക് ഭൂമിയിലുള്ള ഖരപദാർത്ഥങ്ങളെ ദഹിപ്പിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. വായുവിനാണെങ്കിൽ ഭൂമിയിലും ആകാശത്തിലും നിർവിഘ്നം സഞ്ചരിക്കാം. കരയിലും കടലിലും
തൻ്റെ ശക്തി തെളിയിക്കാനാകും. വായുവില്ലെങ്കിൽ പിന്നെ ജീവരാശി ഉണ്ടോ? ഈ കഥയുടെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.